താജ്മഹൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. പ്രണയത്തിൻ്റെ പ്രതീകമായാണ് താജ്മഹലിനെ ലോകം കാണുന്നത്. ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു. 1632 ആരംഭിച്ച നിർമ്മാണം 1643 പൂർത്തിയായി. പക്ഷേ മിനുക്കുപണികൾ കൂടി പൂർത്തിയായി വന്നപ്പോഴേക്കും 10 വർഷങ്ങൾ കൂടി കടന്നുപോയി. മൊത്തം 22 വർഷം കൊണ്ടാണ് പണി പൂർത്തിയായത് എന്നാണ് കണക്ക്. താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസാണ്. ഇത് പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യാ ഘടകങ്ങളുടെ സമന്വയമാണ്. ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ 4 മിനാരങ്ങളുണ്ട്. കെട്ടിടത്തിൻ്റെ വശങ്ങൾ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയിലുള്ള കാലിഗ്രഫിയും അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിൻ്റെ ശവകുടീരം കാണാം. ഷാജഹാന്റെ ശവകുടീരം പിന്നീട് അവളുടെ അരികിൽ ചേർത്തു. ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ, കൊത്തുപണിയും അർദ്ധവിലയേറിയ കല്ലുകളും ഇവിടെ പതിച്ചിട്ടുണ്ട്. താജ്മഹലിൻ്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ്. 3 വശങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട്. അവ 4 ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ, കുളങ്ങൾ, താമരക്കുളങ്ങൾ, വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. അതിൻ്റെ സൗന്ദര്യം, ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ്.